ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ വെളിപാട് പുസ്തകത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ തുടർച്ചയായി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പുസ്തകം എങ്ങനെ വിഭജിച്ച് പഠിക്കാം എന്നുള്ളതാണ്. അതിനു മുമ്പ് നിലവിലുള്ള വിഭജനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പുസ്തകം വിഭജിച്ച് പഠിക്കുവാനുള്ള താക്കോൽ വാക്യമായി ഭൂരിപക്ഷം വ്യാഖ്യാതാക്കളും സ്വീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ 1-ാം അധ്യായം 19-ാം വാക്യമാണ്. വെളിപ്പാട് പുസ്തകം 1:19 ഇങ്ങനെയാണ് വായിക്കുന്നത്: നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും. 3 വിഷയങ്ങളാണ് ഈ വാക്യത്തിലുള്ളത്. ഒന്നാമത്തേത് നീ കണ്ടത് എന്നതാണ്. ആ വിഷയത്തിൽ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ദർശനമാണ് ഉള്ളതെന്ന് അവർ പറയുന്നു. അതിനവർ എടുക്കുന്ന വചനഭാഗം 1-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. 1-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാമതായിട്ട് ഇപ്പോഴുള്ളത്, ഇത് സഭയാണെന്നാണ് അവർ പറയുന്നത്. അതിനവർ ചൂണ്ടിക്കാണിക്കുന്ന വചനഭാഗം 2-3 അധ്യായങ്ങളാണ്. 2-3 അധ്യായങ്ങൾ. മൂന്നാമത്തേത് ഇനി സംഭവിക്കാനിരിക്കുന്നത്. 4 മുതൽ 22 വരെയുള്ള പുസ്തകത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു എന്ന് അവർ പറയുന്നു. അധ്യായം 4 മുതൽ 22 വരെയുള്ള ഭാഗങ്ങൾ. ഈ വിഭജനത്തിൻ്റെ ചില പോരായ്മകൾ നമുക്ക് നോക്കാം. ഒന്നാമതായി, നീ കണ്ടത് എന്ന വിഷയത്തിൽ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ദർശനമാണ് എന്നാണല്ലോ പറഞ്ഞത്. അതിനവരെടുക്കുന്ന വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിൻ്റെ 1-ാം അധ്യായം 12-ഉം 13-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എന്നോട് സംസാരിച്ച നാദം എന്തേന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്തു പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. ഇവിടെ അപ്പോസ്തലൻ കണ്ടത് തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രമല്ല, 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ അവൻ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. തൻ്റെ പിന്നിൽ കേട്ട ശബ്ദം എന്താണെന്നറിയാൻ തിരിഞ്ഞു നോക്കിയ അപ്പോസ്തലൻ ആദ്യം കാണുന്നത് 7 പൊൻനിലവിളക്കുകളെയാണ്. അങ്ങനെയായിരിക്കെ ക്രിസ്തുവിനെ മാത്രമാണ് കണ്ടതെന്ന വ്യാഖ്യാനം തെറ്റല്ലേ? രണ്ടാമതായിട്ട് ഇപ്പോഴുള്ളത് സഭയാണെന്നുള്ള വ്യാഖ്യാനം, അതിന് അവർ എടുക്കുന്ന വചനഭാഗം 2-3 അധ്യായങ്ങളാണെന്ന് നാം കണ്ടു. 2-3 അധ്യായങ്ങളിൽ സഭകളുടെ ദൂതുകളാണ് നൽകിയിരിക്കുന്നത്. സഭകളുടെ ദൂതുകൾ സഭയാണെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. സഭയെക്കുറിച്ചൊരു വിശദീകരണമോ ഒരു വിവരണമോ ആയിരുന്നുവെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാമായിരുന്നു. മൂന്നാമത്തേത് ഇനി സംഭവിക്കാനിരിക്കുന്നത്. 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ. ഇത് സഭയെടുക്കപ്പെട്ട ശേഷം ഭൂമിയിൽ നടക്കുന്ന അധർമ്മമൂർത്തിയുടെ 7 വർഷ ഭരണകാലത്ത് സംഭവിക്കുന്ന മഹാപീഡന സംഭവങ്ങൾ ആണെന്ന് പറയുന്നു. ഇങ്ങനെ വ്യാഖ്യാനിച്ചാൽ ഈ പുസ്തകത്തിലെ ചില അധ്യായങ്ങൾ തന്നെ ഇതിൻ്റെ ഭാഗമല്ലെന്ന് പറയേണ്ടി വരും. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. 4-5 അധ്യായങ്ങൾ, 12, 21, 22 അധ്യായങ്ങൾ. ഈ അധ്യായങ്ങളൊന്നും ഈ വിഷയവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. പുസ്തകം പഠിച്ചു വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. ഇനി നമ്മൾ എങ്ങനെയാണ് പുസ്തകത്തെ വിഭജിച്ച് പഠിക്കുവാൻ പോകുന്നതെന്ന് പറയാം. വിഷയാടിസ്ഥാനത്തിൽ പുസ്തകത്തെ വിഭജിച്ചു പഠിക്കുക. ഇതിൻ്റെ ഒരു മാതൃക വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. പഴയ നിയമ വെളിപ്പാട് എന്നറിയപ്പെടുന്ന ദാനിയേൽ പ്രവചനം. ഈ പുസ്തകത്തിൽ 7 വ്യത്യസ്ത വിഷയങ്ങളാണ് ഉള്ളത്. ഈ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ 7 ഭാഗങ്ങളായി തിരിച്ചാണ് ഈ പുസ്തകം നൽകിയിരിക്കുന്നത്. ഞാനത് പറയാം. 1-ാമത്തെ ഭാഗം 1 മുതൽ 4 വരെ അധ്യായങ്ങൾ. അതിലെ വിഷയം
ദാനിയേൽ നെബൂഖദ്നേസർ രാജാവിനോടുകൂടി ജീവിക്കുന്നതും സ്വപ്നം വ്യാഖ്യാനിക്കുന്നതും. രണ്ടാമത്തെ ഭാഗം 5-ാം അധ്യായമാണ്. ബെൽഷസ്സർ രാജാവിൻ്റെ കാലത്ത് നടന്ന ചില സംഭവങ്ങളും രാജാവ് ചുവരിൽ കണ്ട് എഴുത്ത് ദാനിയേൽ വ്യാഖ്യാനിക്കുന്നതും. ഇനി 3-ാമത്തെ ഭാഗം 6-ാം അധ്യായമാണ്. മേദ്യനായ ദാര്യാവേശിൻ്റെ കാലത്ത് നടന്ന ചില സംഭവങ്ങൾ. 4-ാം ഭാഗം 7-ാം അധ്യായമാണ്. അതിൽ ദാനിയേൽ കണ്ട 4 മൃഗങ്ങളെക്കുറിച്ചുള്ള ദർശനമാണ്. 5-ാം ഭാഗം 8-ാം അധ്യായം ആട്ടുകൊറ്റൻ്റെയും കോലാട്ടുകൊറ്റൻ്റെയും ദർശനമാണ്. 6-ാം ഭാഗമാണ് 9-ാം അധ്യായമാണ്. ദാനിയേലിൻ്റെ പ്രാർത്ഥനയും അതിനുള്ള മറുപടിയും. 7-ാം ഭാഗം 10 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ. ദാനിയേലിൻ്റെ ജനത്തിന് ഭാവികാലത്ത് സംഭവിക്കാനുള്ള കാര്യങ്ങളാണ് ആ ഭാഗത്ത് വിവരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വെളിപ്പാട് പുസ്തകം എങ്ങനെ വിവരിച്ച് പഠിക്കാം എന്ന് നോക്കാം. 1-ാമത്തെ ഭാഗം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാണ്. അതിലെ വിഷയം നിലവിളക്കുകളുടെ നടുവിൽ മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെട്ടവനായി നിൽക്കുന്നതും സഭയ്ക്ക് ദൂത് നൽകുന്നതും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു സഭയ്ക്ക് ദൂത് നൽകുന്നു. 2-ാമത്തെ ഭാഗം 4 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളാണ്. അതിലെ വിഷയം സ്വർഗസിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞാട് പുസ്തകം വാങ്ങുന്നതും മുദ്ര പൊട്ടിക്കുന്നതും. അത് ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ കുഞ്ഞാട് മുദ്ര പൊട്ടിക്കുന്നു. 3-ാം ഭാഗം 8 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളാണ്. അതിലെ വിഷയം എന്ന് പറയുന്നത് 7 കാഹളങ്ങൾ. 4-ാം ഭാഗം 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങൾ. അതിലെ വിഷയം മഹാസർപ്പവും അവൻ്റെ ദൂതന്മാരും സ്ത്രീയെയും ആൺകുട്ടിയെയും സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരെയും പീഡിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ സഭ പീഡിപ്പിക്കപ്പെടുന്നു. 5-ാം ഭാഗം അതിലെ 15-ഉം 16-ഉം അധ്യായങ്ങളാണ്. അതിലെ വിഷയം എന്ന് പറയുന്നത് 7 ക്രോധകലശങ്ങൾ. 6-ാം ഭാഗം 17 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾ. അതിലെ വിഷയം മഹദിയാം ബാബിലോണ്, മൃഗം, കള്ളപ്രവാചകൻ എന്നിവരുടെ നാശം. ഇനി അവസാനത്തെ ഭാഗം 7-ാം ഭാഗം 20 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ. അതിലെ വിഷയം സാത്താൻ്റെ പരാജയവും ദൈവജനത്തിൻ്റെ വിജയവും പുതിയ സൃഷ്ടിയും. ഞാൻ ഒരിക്കൽ കൂടെ ആ ഭാഗം ഞാൻ പറയാം. 1-ാമത്തെ ഭാഗം വെളിപാട് പുസ്തകത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ. അതിലെ വിഷയം എന്ന് പറയുന്നത് തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു സഭയ്ക്ക് നൽകുന്ന ദൂത്. 2-ാം ഭാഗം എന്ന് പറയുന്നത് 4 മുതൽ 7 വരെ അധ്യായങ്ങൾ. അതിലെ വിഷയം എന്ന് പറയുന്നത് കുഞ്ഞാട് മുദ്ര പൊട്ടിക്കുന്നത്. 3-ാം ഭാഗം എന്ന് പറയുന്നത് 8 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ. അതിലെ വിഷയം 7 കാഹളങ്ങൾ. ഇനി 4-ാം ഭാഗം എന്ന് പറയുന്നത് 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങൾ. അതിലെ വിഷയം എന്ന് പറയുന്നത് സഭ പീഡിപ്പിക്കപ്പെടുന്നു. 5-ാം ഭാഗം എന്ന് പറയുന്നത് 15, 16 അധ്യായങ്ങൾ, 7 ക്രോധകലശങ്ങൾ. 6-ാം ഭാഗം എന്ന് പറയുന്നത് 17 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾ, മഹദിയാം ബാബിലോൺ, മൃഗം, കള്ളപ്രവാചകൻ എന്നിവരുടെ നാശം. 7-ാം ഭാഗത്ത് 20 മുതൽ 22 വരെ അധ്യായങ്ങൾ, സാത്താൻ്റെ പരാജയവും ദൈവജനത്തിൻ്റെ വിജയവും പുതിയ സൃഷ്ടിയും. ഇനി ഈ 7 ഭാഗങ്ങളുടെ ചില പ്രത്യേകതകൾ നമ്മളിത് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ പഠനത്തിൽ അത് നമുക്ക് പ്രയോജനപ്പെടും. ഒന്നാമതായിട്ട് ഈ 7 ഭാഗങ്ങളും സമാന്തരങ്ങളാണ്, എന്ന് പറഞ്ഞാൽ പാരലാണ്. ഉദാഹരണത്തിന് 4 സുവിശേഷങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ ഉത്ഥാനം വരെയുള്ള സംഭവങ്ങൾ വ്യത്യസ്ത നിലകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 4 സുവിശേഷകന്മാർ. അതുപോലെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 7 ഭാഗങ്ങൾ ക്രിസ്തുവിൻ്റെ 1-ാം വരവ് മുതൽ 2-ാം വരവ് വരെയുള്ള കാലയളവിൽ അല്ലെങ്കിൽ സഭാ കാലയളവിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ 7 വ്യത്യസ്ത നിലയിലുള്ള വിവരണങ്ങളാണ്. രണ്ടാമത്തേത്, ഓരോ ഭാഗവും പൂർണ്ണമാണെന്ന് നമുക്ക് പറയാം.
പൂർണ്ണമാണെന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഭാഗം മാത്രം പഠിച്ചാൽ മതിയല്ലോ എന്നൊരു ചിന്ത ചിലപ്പോൾ നമുക്കുണ്ടാകാം. അത് ശരിയല്ല. അതിൻ്റെ കാരണം പൂർണ്ണമാണെന്ന് പറയുമ്പോഴും ഒന്നാം ഭാഗത്തിൽ നിന്നും 7-ാം ഭാഗത്തിലേക്ക്, അതായത് 1, 2, 3, 4 ഇങ്ങനെ 7-ാം ഭാഗത്തിലേക്ക് പുരോഗമിക്കുന്ന ഒരു തുടർമാനത വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെ പഠിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കൂ. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചുള്ള ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ 1-ാം അധ്യായം മുതൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഈ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.